നമസ്കാരം. വ്യത്യസ്തമായ കാസർഗോഡൻ കാഴ്ചകളിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏത്തടുക്ക ശ്രീ സദാശിവ ക്ഷേത്രത്തെ പറ്റിയാണ്. ഒരു നുള്ള് അരി പോലും കിട്ടാതിരുന്ന പട്ടിണിക്കാലം. അക്കാലത്ത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ഉൾപ്പെടെ ചെലവില്ലാതെ ആകെ ആഹാരത്തിന് ആശ്രയമായിരുന്നു ചക്ക. അതിൻ്റെ ഓർമ്മയും നന്ദിയും അർപ്പിക്കുന്നു ഏത്തടുക്ക നിവാസികൾ. ഏത്തടുക്ക സദാശിവ ക്ഷേത്രത്തിൽ ദേവന് ചക്കപ്പട അപ്പം സമർപ്പിച്ചാണ് ഈ നാട് നന്ദിയും ഓർമ്മയും പുതുക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ ഒരു മാനേജിംഗ് ട്രസ്റ്റിൻ്റെ ഒരു മെമ്പറാണ് ഞാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചടങ്ങ് അപ്പസേവ ചടങ്ങ്, ചക്കൻ്റെ അപ്പസേവ. ഇത് ഏറ്റവും ഒരു സ്പെഷ്യൽ ഒരു സേവയാണ് ഈ അമ്പലത്തിൻ്റെ. ഏത്തടുക്ക സദാശിവ ടെമ്പിൾ എൺമക്കഞ്ച പഞ്ചായത്തിൽ വരുന്നത്, പക്ഷേ ഏത്തടുക്ക ടെമ്പിൾ തന്നെ ഇത് വെല്ലോണ്ട്. ഈ ചക്കൻ്റെ ഒരു അപ്പസേവ ഇത് 75th ഇയർ ഇവിടെ നിരന്തരമായിട്ട് നടന്നുകൊണ്ടുണ്ട്. ഇത് MH ജനാർദ്ദൻ സാറും നീർച്ചാലിൻ്റെ ഒരു ഭക്തനാണ്. അവർ കൊടുത്ത ഒരു സ്പെഷ്യൽ ചക്കാണ് ഇത്. രുദ്രാക്ഷി ചക്ക എന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ 6 മണിക്ക് തുടങ്ങി രുദ്രാക്ഷി ചക്ക. ഇതിൻ്റെ ചരിത്രം ഒന്ന് പറയാമോ? ഈ അമ്പലത്തിൻ്റെ ഇത് ഏകദേശം ഒരു 300-400 കൊല്ലത്തിൻ്റെ അത്ര പഴക്കമുണ്ടായിരുന്നു. അപ്പോൾ 1940 ആ പീരീഡിലാണ് ഇവിടെ വലിയ ഒരു വെള്ളപ്പൊക്കം വന്നു. അപ്പോൾ നമ്മളെ അജ്ജന് ഏത്തടുക്ക സുബ്രായ ഭട്ട് ഈ സ്ഥലം മേടിക്കുമ്പോൾ നിയർലി 1942 ആ പീരീഡിൽ സ്ഥലം മേടിക്കുമ്പോൾ ചെറിയൊരു മുള്ളിമഴൻ്റെ ഒരു ചെറിയ അമ്പലം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഫുള്ള് ഒരു ടെമ്പിളിൻ്റെ ഒരു ചുറ്റമ്പലം, നമസ്കാര മണ്ഡപം ഇതെല്ലാം ചെയ്തിട്ട് ഒരു അമ്പലത്തിൻ്റെ ഇത് ചെയ്തിട്ട് സുബ്രായ ഭട്ടാണ്. അത് ചെയ്തിട്ട് 1948 ഫസ്റ്റ് ബ്രഹ്മകലശ അവർ ചെയ്തതാണ്. നമ്മുടെ മുത്തച്ഛൻ ഗ്രാൻഡ് ഫാദർ സുബ്രായ ഭട്ട് 1948 ജീർണോദ്ധാര ബ്രഹ്മകലശ ചെയ്തു. ആ ടൈമിലാണ് ആഹാരത്തിൻ്റെ ഒരു വലിയ, ആ ടൈമിൽ 1948 സാധാരണ 1970 എല്ലാ ആൾക്കാർക്കും ഇല്ല ഈ ചുറ്റുപാട് ആർക്കും എല്ലാവർക്കും ആഹാരത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ ചക്കാണ് ഈ നാട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഫുഡ് സെക്യൂരിറ്റി കൊടുത്തത് ചക്കാണ്. സോ സുബ്രായ ഭട്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം എല്ലാ അമ്പലത്തിന് ദൈവത്തിന് ഈ ചക്ക ദൈവത്തിന് സമർപ്പിച്ചിട്ട് പിന്നെ നമ്മൾ കഴിച്ചോളാം. അപ്പോൾ ദൈവം കൊടുത്തതല്ലേ. ഈ ഒരു പ്രോഗ്രാം അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ നിരന്തരമായിട്ട് അത് നടന്നുകൊണ്ടിട്ട് ആൾക്കാരെല്ലാവരും വരുന്നു, എല്ലാ സപ്പോർട്ടും ചക്ക കൊടുക്കുന്നു. ഇപ്പോൾ വോളണ്ടറി വർക്ക് ചെയ്യുന്നു. 75 വർഷം മുമ്പ് ഏത്തടുക്ക സുബ്രായ ഭട്ടിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയതാണ് ചക്കയപ്പം സേവ. വർഷം തോറും ജൂൺ 15-നും ജൂലൈ 15-നും ഇടയിൽ ഇത് മുടങ്ങാതെ നടത്തിവരുന്നു. കർക്കിടക മാസം പട്ടിണിക്കാലം എന്നതും ഇതിന് പിന്നിലെ കഥയായുണ്ട്. ജൂൺ 29-നാണ് ഈ വർഷത്തെ ചക്കയപ്പ സേവ. ഒരു വീട്ടിൽ നിന്ന് ഒരു ചക്കപ്പഴമെങ്കിലും ക്ഷേത്രത്തിലെത്തിക്കണം. ക്ഷേത്രത്തിൽ പുലർച്ചെ 6-ന് പ്രാർത്ഥന, പൂജാ ചടങ്ങുകളുടെ അപ്പം ഉണ്ടാക്കുന്നതിനുള്ള പണി തുടങ്ങും. അന്ന് ഉച്ചയ്ക്ക് 12:30-ന് മഹാപൂജ ചടങ്ങുകൾ. എല്ലാ വിഭാഗങ്ങളിലുമുള്ള ജനങ്ങളുടെ കൂട്ടായ്മ ഇതിന് സാക്ഷ്യം വഹിക്കുന്നു. തുടർന്ന് ചക്കയപ്പം ഇവർക്ക് പ്രസാദമായി നൽകുകയും ചെയ്യുന്നു. Doing this Appa Seva between June 15 to July 15. In between, we select a day and we do this Appa Seva on that day. നന്ദി എന്ന് പറയുന്നത് ശിവൻ്റെ വാഹനമാണ്.
അപ്പോൾ നന്ദി ഇത് 1965 മൈസൂരിൽ നിന്ന് കൊടുന്നതാണ്. അപ്പോൾ ഹൊയ്സള ആർക്കിടെക്ചർ സ്കൾപ്ചർ മെത്തഡ് ഉണ്ടല്ലേ, പിന്നെ മോഡേൺ സ്കൾപ്ചർ, അത് രണ്ട് കമ്പൈൻ ആയിട്ടുള്ള ഒരു സ്കൾപ്ചറാണ് ഒരു സ്പെഷ്യൽ. 1990 വരെ ഏത്തടുക്ക പ്രദേശം ഒരു ദ്വീപ് പോലെ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ഒരു ഭാഗം കുന്നും 3 ഭാഗം പുഴയും തോടുമായി ചുറ്റപ്പെട്ട നിലയിലായിരുന്നു. കമുക് തെങ്ങ് തടിപ്പാലത്തിലൂടെയാണ് തോടും പുഴയും കടന്നത്. 3 കിലോമീറ്ററിലേറെ നടന്നു പോകണമായിരുന്നു ഭക്ഷ്യ സാധനങ്ങൾ കൊണ്ടുവരാൻ. ക്ഷാമകാലത്ത് അരിയും മറ്റ് ധാന്യങ്ങളും കൊണ്ടുവരുന്നതിന് കടുത്ത നിയന്ത്രണവും ഉണ്ടായിരുന്നു. ബസ് പോലും പരിശോധിച്ച് നിശ്ചയിച്ച പരിധിയിൽ കവിഞ്ഞ് സാധനങ്ങൾ കണ്ടാൽ കള്ളക്കടത്ത് നിയമ നടപടി എടുക്കുമായിരുന്നു. കേരള കർണാടക സംസ്ഥാനങ്ങൾ രൂപം കൊണ്ട ശേഷം അതിർത്തി പ്രദേശമായതിനാൽ കർണാടകയിൽ നിന്നും അരി കൊണ്ടുവരുന്നത് തടയാനും കർശന പരിശോധനയും നിയന്ത്രണങ്ങളും അന്നേക്കാലത്തുണ്ടായിരുന്നു. റോഡും പാലവും ഉൾപ്പെടെ ഇല്ലാത്ത കാലത്ത് ഏറെ ദുരിതം അനുഭവിച്ച കുടുംബങ്ങൾക്ക് സൗജന്യമായി കിട്ടിയിരുന്നത് പറമ്പ് നിറയെ വിളയുന്ന ചക്കയും മാങ്ങയും മാത്രമായിരുന്നു. This temple, they have brought the jackfruit, ripened jackfruit. So we have started the process. Since morning 5:36, we all arrived here and we have started cutting the jackfruit and processing it. So still more people are bringing jackfruit. We offer it to the God and distribute to the people. So today we are going to prepare nearly 2,000 appas made out of jackfruit bulb. So after packing samarpana, we distribute it to the people as prasadam. So jackfruit nearly from Kasaragod town, and lot of people have given the jackfruit. ഓരോ കൽത്തൂണിലും ഓരോ കൊത്തുപണിയിലും നൂറ്റാണ്ടുകളുടെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ക്ഷേത്രം കേവലമൊരു ആരാധനാലയം മാത്രമല്ല. ഇതൊരു സംസ്കാരത്തിൻ്റെയും ഒരു ജനതയുടെ വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും മതമൈത്രിയുടെയും പ്രതീകമാണ്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും വെറുമൊരു ദർശന പുണ്യം മാത്രമല്ല നേടുന്നത്, മനസ്സ് നിറയുന്ന ആത്മീയതയുടെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക കൂടിയാണ്. ഇവിടുത്തെ കാറ്റിൻ്റെ തലോടലിൽ ആടുന്ന ദീപനാളങ്ങളും മണിനാദത്തിൻ്റെ നേർത്താലകളും ഭക്തിയുടെ ലഹരിയിൽ അലിഞ്ഞു ചേരുന്ന മനുഷ്യരും. ഈ കാഴ്ച തന്നെ മനസ്സിനും ശരീരത്തിനും പുതിയൊരു ഊർജം തന്നെ ലഭിക്കുന്നു. ഇപ്പോൾ 2025 രണ്ടാമത്തെ ബ്രഹ്മകലശം ഈ സൈഡ് വന്നു. ഇവിടുത്തെ ഉത്സവം വെറുമൊരു വഴിപാട് മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ പട്ടിണി മാറ്റിയ പ്രകൃതിയോടുള്ള കടപ്പാടും സ്നേഹപ്രകടനവും കൂടിയാണ്. ഈ ക്ഷേത്രം ഒരു ജനതയുടെ ആത്മാവും അവരുടെ സംസ്കാരത്തിൻ്റെ പ്രതീകവും തലമുറകൾക്ക് വഴികാട്ടിയായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യകേന്ദ്രവുമാണ്. ഈ ക്ഷേത്രത്തിലെ ആതിഥ്യ മര്യാദ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തരെയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയുമാണ് ഇവിടെയുള്ളവർ സ്വീകരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ചക്കപ്പഴ അപ്പത്തിൻ്റെ മധുരം നാവിൻ തുമ്പിൽ മാത്രമല്ല മനസ്സിലും നിറയ്ക്കുന്നു. ഈ പുണ്യഭൂമി ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്. ഇവിടെ എത്താൻ നിങ്ങൾക്ക് കാസർഗോഡ് നിന്നും ഏത്തടുക്കയ്ക്ക് നേരിട്ട് ബസ് കിട്ടും. മുള്ളേരിയ, ബദിയടുക്ക എന്നീ സ്ഥലങ്ങളിലെത്തിയാലും നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഈ ക്ഷേത്രം കേട്ടറിയേണ്ട ഒരു കാഴ്ച മാത്രമല്ല, അനുഭവിച്ചറിയേണ്ട ഒരു പുണ്യസങ്കേതം കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു. High school student and
ഫെബ്രുവരി 11-16 2025 ജീർണോദ്ധാര റിനോവേഷൻ പ്ലസ് ബ്രഹ്മകൾച്ചർ നടന്നു ജസ്റ്റ് ഫെബ്രുവരി മാസത്തിലാണ്.